നമസ്കാരം, മച്ചാക്കാട്ടിലാണേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുപ്പഴങ്ങാലം പിള്ള വീട്ടിൽ ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞ് കലാകാരന്മാരും കലാകാരികളുമുണ്ട്. അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം അവരുടെ വിശേഷങ്ങളും അവരുമായി നമുക്ക് അല്പനിമിഷം പങ്കുവയ്ക്കാം. ഓക്കെ. അപ്പം ഇവരാണ് ആ അതുല്യ കലാകാരന്മാരും കലാകാരികളും. ഇവരെല്ലാം വരച്ച ചിത്രങ്ങൾ, കുറേ നല്ല നല്ല ചിത്രങ്ങളുണ്ട്. അപ്പം അതിനെ ഇവരിവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. കുഞ്ഞുനാൾ തൊട്ട് വരയ്ക്കുന്നതാണോ അതോ വീട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഏറ്റവും നല്ല പ്രോത്സാഹനം അതാണ്. ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞേ, ഉറക്കപ്പറ. ഇഷാൻ അരുൺ. എത്ര പഠിക്കുന്നത്? മോളെത്രല്ല? എല്ലാം കൊച്ചു കുട്ടികളാണ്. ഒരാൾ ഡിഗ്രിക്ക്, ബാക്കിയെല്ലാം 7ാം ക്ലാസ്. 7ാം ക്ലാസ്സുകാരനുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച ഓരോ ചിത്രങ്ങൾ നമുക്ക് കാണണ്ടേ? ഏതാണ് മോൾ വരച്ച ചിത്രങ്ങളെ വയ്ക്കുന്നത്? നല്ലൊരു വാസുകി ചുറ്റിയ കടകോല മന്ദര പോലെയും ബമ്പരം പോലെയും, കന്നിക്കവുങ്ങിന്റെ പൂക്കുല പോലന്റെ കന്യമാരെല്ലാരും വന്ന് കളം തുള്ള. ആഴിയായി തിരയായി ഭൂമിയിലിഴയട്ടെ, മഴയായി മാനത്തിൽ മുടിയഴിഞ്ഞാടട്ടെ. നാടിഞ്ഞരമ്പുകളും പടം പൊക്കിയാടട്ടെ, കാറ്റായി കളമയച്ച് അമ്പോടു തുള്ളിടട്ടെ. കാറ്റായി കളമയച്ച് അമ്പോടു തുള്ളിടട്ടെ. കാറ്റായി കളമയച്ച് അമ്പോടു തുള്ളിടട്ടെ. കാറ്റായി കളമയച്ച് അമ്പോടു തുള്ളിടട്ടെ. നാഗരാജാവായ തക്ഷകനാളിൽ താപത്തിനാൽ ചെന്നോരാഴിങ്കൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന് അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്കിലും ക്ഷേത്രത്തിൽ ഇപ്പം നിങ്ങളുടെ ഈ സർഗസൃഷ്ടി തിരിച്ചറിഞ്ഞത് ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ആരാ? കുട്ടമാമൻ. ഓക്കെ, ഒരുപാട് സന്തോഷം മക്കളെ. തീർച്ചയായും ഇങ്ങനെയുള്ള നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കളയാതിരിക്കുക എന്ന് പറഞ്ഞ് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. പഠിത്തമാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. എങ്കിലും അതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിന് പ്രോത്സാഹിപ്പിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റുണ്ട്, അതിലുപരി അത് ഇവിടുത്തെ നാട്ടുകാരനുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്ത് ചെയ്യുന്നു? നമസ്കാരം. പേര്? പ്രഭ. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ബാംഗ്ലൂർ. ഈ കുട്ടികളുടെ കഴിവ് യഥാർത്ഥത്തിൽ നിങ്ങളാണോ തിരിച്ചറിഞ്ഞത്? നമ്മൾ ഒരാൾ പടം വരയ്ക്കാം എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെ കൊണ്ട് പടം പറപ്പിച്ചു. അവർക്കുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ നമ്മളിപ്പോഴാണ് തിരിച്ചറിയുന്നത്. പക്ഷേ ഇനിയും വരും വർഷങ്ങളിൽ ഇവർ തന്നെ തീർച്ചയായിട്ടും. ഓക്കെ, നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൊച്ചു കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ക്ഷേത്രമായിട്ടും അവിടെ ആ കൊച്ചുകുട്ടികളുടെ കഴിവിനെ നിങ്ങൾ പരിപോഷിപ്പിച്ചത് ഞാൻ ഒരുപാട് നന്ദി നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ആർട്ടിഫിഷ്യലായിട്ട് വേറെ എന്തെങ്കിലും? എനിക്ക് പ്രോഗ്രാമുണ്ട്. എന്താണ്? പിന്നെ എനിക്ക് ആട്ടക്കളം എന്ന് പറയുന്ന നാടൻ പാട്ട് സമിതിയുണ്ട്. ഓക്കെ, നാടൻ പാട്ട് നാടകത്തിൽ അഭിനയിക്കുന്നു. ഓക്കെ, പേര്? എൻ്റെ ഒരു സമിതിയുടെ പേര്? സമിതിയുടെ പേര് നടുമുറ്റം നാട്ടുകൂട്ടം. നടുമുറ്റം നാട്ടുകൂട്ടം എന്ന ഒരു നാടൻ പാട്ട് സമിതി തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് മാക്സിമം പ്രോഗ്രാമുകൾ നൽകി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. ഓക്കെ, നന്ദി, നമസ്കാരം.